ഇതിഹാസങ്ങൾ ഇയാളെ 1000 മുഖംമൂടികൾ ധരിച്ച ഒരു പ്രതിഭാസം എന്ന് മുദ്രകുത്തി. കേവലം ഒരു കാലാളായും ഒരു വില്ലനായും ഒരു രക്ഷകനായും ഒരു നായകനുമായി മാറിയ ഈ ഒരു മനുഷ്യൻ വെറുമൊരു മനുഷ്യനല്ല, മറിച്ച് ഷിനോബി ലോകത്തിനെ അതിന്റെ കൊടുമുടിയിലിട്ട് പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. പകുതി തകർന്ന ആ ബാലന്റെ ശരീരത്തിൽ നിന്ന് ലോകം തന്നെ അവസാനിപ്പിച്ച ഒരു നിഴൽ തന്നെ ഉയർന്നു വന്നു. ഒരിക്കൽ അവൻ ഹൊക്കാഗെനെ പിന്തുടരുന്ന ഒരു സ്വപ്നജീവി മാത്രമായിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ അവൻ ടോബിയായി മാറി. വിധി അവനെ യമദേവനായ സാക്ഷാൽ മാദ്ര ഉച്ചിഹയിലേക്ക് എത്തിച്ചു. അവസാനം 10 ടൈൽസ് ജിഞ്ചുറുക്കിയായി മാറുകയും ചെയ്തു. അവന്റെ കണ്ണുകൾ പ്രതീക്ഷയും സ്നേഹവും സത്യവും നഷ്ടവും പ്രതികാരവും കണ്ടു. എന്നാൽ അതേ കണ്ണുകളെ ലോകം കണ്ടത് ലോകത്തിന്റെ തന്നെ ഒരു പേടി സ്വപ്നമായിട്ടാണ്. അവനായിരുന്നു നറൂട്ടോയുടെ പ്രതിബിംബം. അവൻ തന്നെയായിരുന്നു സാസ്കയുടെ മുൻഗാമി. കക്കാഷിയുടെ കോമ്രേഡും ഇവൻ തന്നെയായിരുന്നു. സാക്ഷാൽ മാദ്ര ഉച്ചിഹയുടെ ആയുധവും ഇവനായിരുന്നു. ഷിനോബി ലോകം തന്നെ അവൻ മരിച്ചുവെന്ന് കരുതി. എന്നിട്ടും അവൻ രാഷ്ട്രങ്ങളെ കൈകാര്യം ചെയ്യുകയും വിധിയെ തന്നെ വളച്ചൊടുക്കുകയും ചെയ്ത പ്രേതമായി തിരിച്ചെത്തി. നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെ ആൾ രൂപം തന്നെയായിരുന്നു ഇവൻ. കാലാന്തരങ്ങളിൽ പല പേരുകളും പല മുഖങ്ങളും അവനുണ്ടായിരുന്നു. എന്നാൽ എല്ലാ മുഖംമൂടികളിലും ഒരേ സത്യമുണ്ടായിരുന്നു. വിധിയെ തന്നെ ധിക്കരിച്ച ഉച്ചിഹയുടെ ശാപസിന്ദൂരമായ ഒരു മനുഷ്യൻ. ഇദ്ദേഹമില്ലായിരുന്നെങ്കിൽ നറുട്ടോ സീരീസ് വെറും ധൂളിക്ക് സമം. അതെ, ഷിനോബി ലോകത്തിലെ ഏറ്റവും വലിയ കഥയായി മാറിയ ഒരു ശപിക്കപ്പെട്ട ഉച്ചിഹ. One and only the legendary Obito Uchiha. Okay, fine. Obito Uchiha. ലോകം കണ്ട അനീമെ ലോകത്തിലെ സർവ്വ അനീമകളും എടുത്തു നിർത്തിയാൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ആന്റഗോണിസ്റ്റുകളുടെ ഒരു മുൻനിര എടുത്താൽ അതിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കാവുന്ന ഒരുപക്ഷെ നായക പരിവേഷം വരെ കിട്ടിപ്പോരുന്ന ഒരു ഒന്നൊന്നര ക്യാരക്ടറാണ് ഒബീറ്റോ ഉച്ചിഹ. നറൂട്ടോ എന്ന് പറയുന്ന സീരീസിൽ ഉടനീളം ഫ്രം ദ സ്റ്റാർട്ട് ടു ദി എൻഡ് ഏറ്റവും കാനോണിക് ഇവന്റ്സ് അല്ലെങ്കിൽ ആർക്കുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ക്യാരക്ടേഴ്സിൽ എല്ലാ ആർക്കുകളിലും ഇദ്ദേഹം പല രീതിയിൽ പല പേരുകളിൽ വന്നു കയറി ഷോ സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിന്റെ സൈക്കോളജി, അദ്ദേഹത്തിന്റെ എബിലിറ്റീസ്, അദ്ദേഹം എന്തൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്, അദ്ദേഹം കാരണമുണ്ടായ യുദ്ധങ്ങൾ, അദ്ദേഹത്തിന്റെ ഫൈനൽ ലെഗസി, ഇത്രയുമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഒബീറ്റോ ഉച്ചിഹ. ഒബീറ്റോ ഉച്ചിഹയുടെ ബർത്ത് ആൻഡ് ക്ലാൻ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു പേരിന്റെ വാലിൽ തന്നെയുണ്ട് ഉച്ചിഹ വംശം. നാറൂട്ടോ സീരീസിൽ പകരം വെക്കാനില്ലാത്ത ഒരു ഒന്നൊന്നര ക്ലാൻ എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ ആന്റഗോണിസ്റ്റ് സാക്ഷാൽ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആയിട്ടുള്ള മാദ്ര മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി മാറിയ ഇറ്റാച്ചി വരെ അങ്ങ് നോക്കിക്കഴിയുകയാണെങ്കിൽ ഈ ഒരു വംശത്തിന്റെ ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സീരീസിൽ ഉച്ചസ്ഥാനിയിൽ തന്നെയാണ്. ആ ഒരു ക്ലാനിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഒബീറ്റോ ഉച്ചിഹയ്ക്കും ഉള്ളത്. അതെ, കൊണോഹയിലെ സ്ട്രോങ്ങസ്റ്റ് കെക്കൈ ഗെൻകൈ ബ്ലഡ് ലൈൻ ഉള്ള ക്ലാനിലായിരുന്നു ഒബീറ്റോ ഉച്ചിഹയുടെ ജനനം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒബീറ്റോയുടെ ജനനം. സ്ട്രോങ്ങസ്റ്റ് കെക്കൈ ഗെൻകൈ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫേമസ് ഫോർ ഷറിൻഖാൻ. അതെ, എല്ലാം കാണാൻ പറ്റുന്ന, എല്ലാം കോപ്പി അടിക്കാൻ പറ്റുന്ന ഏറ്റവും ഫ്ലാഷി ആയിട്ടുള്ള ആ ഒരു ഐസ്. എന്നാൽ കഥയുടെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്നത് ബാക്കിയുള്ള പ്രതിഭാസങ്ങൾ, അതായത് ഉച്ചിഹ ക്ലാനിൽ കാണിച്ചിരുന്ന പ്രതിഭാസങ്ങളുടെ കുട്ടിക്കാലം പോലെ ആയിരുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മാദ്രയോ ഇറ്റാച്ചിയോ പോലെയുള്ള ഒരു ചെറിയ കാലത്തിൽ തന്നെ ഇതിഹാസമായ ഒരു പ്രതിഭ ആയിരുന്നില്ല ഒബീറ്റോ ഉച്ചിഹ. ഒബീറ്റോ വാസ് ലിറ്ററലി ആവറേജ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നാച്ചുറൽ ജീനിയസ് ആയിട്ടൊന്നുമല്ല, മറിച്ച് അദ്ദേഹം ആരോടൊക്കെ മത്സരിക്കുവാൻ ശ്രമിക്കുന്നോ അവരെല്ലാം അദ്ദേഹത്തിനേക്കാളും ഒരു പടി മുമ്പിൽ തന്നെയായിരുന്നു എപ്പോഴും. ഇത് ഞാൻ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഒന്ന് വർണ്ണിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിലെ ഡ്രീംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നറൂട്ടോ ഉസുമാക്കിനെ പോലെ തന്നെ ഭാവിയിൽ അദ്ദേഹത്തിന് ഒരു ഹൊക്കാഗെ ആകണമെന്ന് തന്നെയായിരുന്നു. ബാക്കിയുള്ളവരൊന്നും ഇത് കാര്യമായിട്ട് എടുത്തില്ല. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് പോലും അത്ര കാര്യമാക്കിയതെടുത്തില്ല. എന്നാൽ കാര്യങ്ങൾ മാറി മറിയുന്നത് പ്രേക്ഷകരായ നാം അദ്ദേഹത്തിന്റെ ആ ഒരു ഫിലോസഫി കേൾക്കുമ്പോൾ തന്നെയാണ് ഉറപ്പിക്കുന്നത് ഇദ്ദേഹം ഹൊക്കാഗെ ആകാൻ യോഗ്യനാണെന്ന്. അതെ, ഷിനോബി വേൾഡിലെ അക്കാഡമി ടൈമിൽ ഒബീറ്റോ ഉച്ചിഹയോടൊപ്പം ഉണ്ടായിരുന്ന സർവ്വശ്രേഷ്ഠനായിട്ടുള്ള കക്കാഷി ഹട്ടായയോട് അദ്ദേഹം പറയുന്ന ആ ഒരു ഫിലോസഫി, ദോസ് ഹു ബ്രേക്ക് ദ റൂൾസ് ആർ സ്കം ബട്ട് ദോസ് ഹു അബാൻഡൻ ദെയർ കോംറേഡ്സ് ആർ വേഴ്സ് ദാൻ സ്കം. ഈ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെയാണ് അന്ന് ബാക്ക് സ്റ്റോറി കാണുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തിനോട് ഒരു ആദരവ് തോന്നുന്നത് തന്നെ. ഇനി കുട്ടിക്കാലത്തെ ഇദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ വളരെ കൈൻഡ് ആയിട്ടുള്ള, വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള,
എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് ലേസിനെസ്സുമുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു ചൈൽഡ് തന്നെയായിരുന്നു ഈ പറഞ്ഞ ഒബീറ്റോ ഉച്ചിഹ. കഥ അങ്ങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹം എല്ലാത്തിനും ലേറ്റാണ്. അദ്ദേഹം ലേറ്റ് ആകുന്നതിനൊരു കാരണമുണ്ട്. അദ്ദേഹം വില്ലേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുവാൻ പോകുമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് തന്നെ വിധിയെ മാറ്റി വരച്ച ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അതെ, റിൻ. കഥയങ്ങ് പുരോഗമിക്കുമ്പോൾ അദ്ദേഹത്തിന് റിന്നിനോടുണ്ടാകുന്ന സ്നേഹം എത്രമാത്രമായിരുന്നു നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ബെർത്ത് ആൻഡ് ക്ലാൻ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇത്രമേ പറയാനുള്ളൂ. ഇനി നമുക്ക് അക്കാഡമിയും ആ ഒരു മിനാട്ടോയുടെ ടീമിലും എങ്ങനെ എത്തിയെന്ന് നോക്കാം. ഷിനോബി വേൾഡിലെ ഹൊക്കാഗെ ആകണമെങ്കിൽ ആദ്യം ഒരു നിഞ്ചയായി മാറണം. നിഞ്ച ആകണമെങ്കിൽ ആദ്യം അക്കാഡമി എന്ന് പറയുന്ന ആ ഒരു സാധനം പാസ്സാകണം. സോ ഹൊക്കാഗെ ആകണമെന്നുള്ള മോഹവുമായി അക്കാഡമിയിൽ എത്തിയപ്പോൾ അദ്ദേഹം 3 പേരടങ്ങുന്ന ഒരു ടീമിലാണ് എത്തിപ്പെട്ടത്. ആ ടീമിന്റെ ടീച്ചർ അഥവാ സെൻസെ നൺ അതർ ദാൻ മിനാട്ടോ നാമിക്കാസെ. അതെ, നമ്മുടെ 4th ഹൊക്കാഗെ ആയിട്ടുള്ള മിനാട്ടോയുടെ ടീമിലായിരുന്നു ഒബീറ്റോ ഉച്ചിഹയ്ക്ക് സ്ഥാനം ലഭിച്ചത്. ഒബീറ്റോ ഉച്ചിഹയുടെ കോംറേഡ് ആയിട്ട് ആ ടീമിലുണ്ടായിരുന്ന 2 ആൾക്കാരാണ് നൺ അതർ ദാൻ മിസ്റ്റർ ഫേമസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കക്കാഷി ഹാട്ടകെ അലോങ് സൈഡ് വിത്ത് റിൻ നോഹ്റ. കുട്ടിക്കാലം മുതൽ ഒബീറ്റോ ഉച്ചിഹയ്ക്ക് ഒരു 1 സൈഡ് റൈവൽറി നമ്മുടെ കക്കാഷി ഹട്ടാക്കയോടുണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാ പിള്ളേരിൽ നിന്നും കക്കാഷി ഒരു ബോൺ ജീനിയസ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ലിനെ ഒന്നും പകരം വെക്കാനോ വട്ടം വെക്കാനോ ആരും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അതിലുപരി തന്റെ ക്രഷായിട്ടുള്ള റിന്നിനെ ഓരോ തവണയും കക്കാഷി ഇങ്ങനെ ഇംപ്രസ് ചെയ്യുന്നതും അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കക്കാഷി ഇംപ്രസ് ചെയ്യുന്നല്ല, കക്കാഷിയുടെ കാര്യങ്ങൾ കണ്ട് ഓൾറെഡി നമ്മളാണേലും കക്കാഷിയിൽ ഇംപ്രസ്ഡ് ആയി പോകും. ആ ഒരു രീതിയിലായിരുന്നു റിന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നല്ല രീതിയിൽ ജലസ് നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കക്കാഷിക്ക് ഒരു വലിയ ലെസൺ അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നതും ഇതേ ഒബീറ്റോ ഉച്ചിഹ തന്നെയാണ്. സോ നമുക്ക് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റീസ് ഒന്ന് ഡൈനാമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ കക്കാഷി കുഞ്ഞിലെ ടാലന്റും ജീനിയസും ആയിരുന്നതുപോലെ തന്നെ ഒരു റൂൾ ഫോളോവർ ആയിരുന്നു. ചട്ടം എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രവർത്തിക്കും. അതിലുപരി ഒബീറ്റോ അതിലും കടന്ന് ചിന്തിച്ച് ഇമോഷൻസിനും ഫീലിങ്സിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു തരം ആളായിരുന്നു ഒബീറ്റോ. എന്നാൽ റിന്നാവട്ടെ ഇവർ തമ്മിൽ എപ്പോഴും അടിയായതുകൊണ്ട് ഇവരെ ആ ഒരു ടീമിനെ ഒന്നിച്ച് പിടിച്ചു നിർത്തുന്ന ഒരു ഗ്ലൂ പോലെ തന്നെയായിരുന്നു. സോ ഇത് പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ കാണുമ്പോൾ ഇതേ പേഴ്സണാലിറ്റിയിൽ തന്നെയാണ് ഫ്യൂച്ചർ ആയിട്ടുള്ള കക്കാഷിയുടെ ടീമും എത്തുന്നത്. നാറൂട്ടോ, സാസ്കെ, സാക്കുറ. അതെ, നാറൂട്ടോ ഇവിടെ ഒബീറ്റോ ആയിട്ട് പ്രതിബിംബം പോലെ തോന്നുന്നു. സാസ്കെ കക്കാഷി ആയിട്ടും സാക്കുറ റിന്നുമായിട്ടും നമുക്ക് തോന്നുന്നത് കേവലം യാദൃശ്ചികം മാത്രമല്ല, അത് അതുപോലെ തന്നെയായിരുന്നു. കാരണം സാസ്കെ എല്ലാ രീതിയിലും ബെറ്റർ ആയിരുന്നെന്ന് നാറൂട്ടോയ്ക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. നാറൂട്ടോ സാക്കുറനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ സാസ്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും സാക്കുറ ഇംപ്രസ്ഡ് ആവുന്നു. ഇതേ കാര്യം തന്നെ ഒരു പാസ്റ്റ് ലൈഫിലെ ടീം 7 ആയിട്ടുള്ള കക്കാഷി, റിൻ, ഒബീറ്റോയിലും നടന്നുകൊണ്ടേ പോരുന്നു. അങ്ങനെ ഇരിക്കെ കക്കാഷി ഹട്ടാക്കെ മറ്റുള്ളവരെക്കാൾ മുമ്പിൽ തന്നെ ചുനീൻ ലെവൽ എക്സാം പാസ്സാകുകയും തുടർന്ന് ജൊനീൻ ലെവലുള്ള ഒരു നിഞ്ചയായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് റിന്നും മിനാട്ടോയും ഒക്കെ ഒബീറ്റോയ്ക്ക് ഓരോ ഉപഹാരങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമിൽ കക്കാഷി ഒബീറ്റോയുടെ നേരെയും കൈ നീട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒബീറ്റോ ഉച്ചിഹ കക്കാഷിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലെന്നും ഞാനത് മറന്നുപോയതെന്നും പറയുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ പിന്തുടരുന്നു. ആ ഒരു ടൈമിലാണ് 3rd ഷിനോബി വേൾഡ് വാർ ഒക്കൂർ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ടീം 7 ആയിട്ടുള്ള മിനാട്ടോയുടെ ടീമിന് കിട്ടിയ ആ ഒരു മിഷൻ എന്ന് പറയുന്നത് കനാബി ബ്രിഡ്ജ് മിഷൻ ആയിരുന്നു. അതായത് ഇവാഗാക്കുറേ എന്ന് പറയുന്ന ആ ഒരു ഹിഡൻ മിസ്റ്റിലേക്കുള്ള സപ്ലൈ ലൈൻസ് തടയണമെന്നായിരുന്നു. അതിൽ നമ്മൾ മിനാട്ടോ അസൈൻ ചെയ്യുന്ന ക്യാപ്റ്റൻ കക്കാഷി തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു മിഷന്റെ ഇടയിലാണ് ആ ഒരു വലിയ സംഭവം സംഭവിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷന്റെ ഇടയിൽ റിന്നിനെ എതിരാളികൾ ക്യാപ്ചർ ചെയ്യുന്നു. റിന്നിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒബീറ്റോ പറയുന്നുണ്ട് നമുക്ക് റിന്നിനെ ആദ്യം രക്ഷപ്പെടുത്താം, എന്നിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ചെയ്യാമെന്ന്. നേരെ മറിച്ച് ക്യാപ്റ്റൻ ആയിട്ടുള്ള കക്കാഷി പറഞ്ഞത് ആദ്യം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് റിന്നിനെ ക്യാപ്ചർ ചെയ്യാമെന്നാണ്. ഇതിൽ കക്കാഷി ഇങ്ങനെ പറയാൻ ഒരു റീസൺ ഉണ്ട്. അത് നമ്മൾ സാക്കുമോ ഹട്ടാക്കെ കക്കാഷിയുടെ അച്ഛൻ്റെ ആ ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ കറക്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞങ്ങളോട് പറയുന്നില്ല. ഒബീറ്റോയുടെ കഥ ആയതുകൊണ്ട് ഒബീറ്റോയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം പറയാം. സോ ഒബീറ്റോ ഇതിനെതിരെ പറയുന്ന ആ ഒരു ഡയലോഗാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് കോംറേഡുകളെ രക്ഷിക്കാതെ ഒരുവൻ എന്തൊക്കെ ചെയ്താലും അവൻ ഒരു മഹത്വം അർഹിക്കുന്നില്ല, അവൻ വെറും വേസ്റ്റ് അല്ലെങ്കിൽ ഗാർബേജിന് സമമാണ്. ഈ ഒരു പറച്ചിലുള്ള ഫിലോസഫി കക്കാഷിക്ക് ശരിക്കും കൊള്ളുന്നുണ്ട്. കക്കാഷി തുടർന്ന് ഒബീറ്റോയോടൊപ്പം റിന്നിനെ രക്ഷപ്പെടുത്താൻ പോകുന്നു. ഇതിനു മുമ്പ് ഒബീറ്റോ പറഞ്ഞു നീ വന്നില്ല, വേണ്ട ഞാൻ റിന്നിനെ രക്ഷിക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. സോ കുറച്ച് ടൈം ഇരുന്ന് കക്കാഷി ചിന്തിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കക്കാഷി ഒബീറ്റോ ഉച്ചിഹയോടൊപ്പം റിന്നിനെ രക്ഷിക്കാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് ബാറ്റിൽ ഉണ്ടാകുന്നത്. ഇവാഗാക്കുറയിലെ ആ ഒരു നിഞ്ചാസുമായിട്ട് ഒബീറ്റോയും നമ്മുടെ കക്കാഷി തമ്മിൽ നല്ല കട്ടയ്ക്ക് ബാറ്റിൽ ചെയ്യുന്നു. സോ ബാറ്റിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈമിൽ കക്കാഷിക്ക് തൻ്റെ കണ്ണിൽ ഒരു മുറിവേൽക്കുകയാണ്. ലിറ്ററലി പറയുകയാണെങ്കിൽ അവൻ്റെ ആ ഒരു കണ്ണ് പോയി. അവിടെ കത്തി വെച്ച് കൊണ്ട് കക്കാഷിയുടെ കണ്ണ് പോകുന്നു. ആ ഒരു ടൈമിൽ കക്കാഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി
ആദ്യമായിട്ട് ഒബീറ്റോ ഉച്ചിഹ തൻ്റെ ഷാരിംഗൺ അവേക്കൻ ചെയ്യുകയാണ്. തുടർന്ന് കക്കാഷിയും ഒബീറ്റോയും അവിടെയുള്ള സോൾജേഴ്സിനെല്ലാം ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റിന്നിനെ രക്ഷിക്കുവാൻ വേണ്ടി പോകുന്നു. റിൻ ഇപ്പോൾ ഒരു വലിയ ഗുഹയ്ക്കുള്ളിലാണ്. അങ്ങനെ അവസാനം കക്കാഷിയും ഒബീറ്റോയും കൂടെ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ എത്തിയിട്ട് റിന്നിനെ രക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ പുറത്തു നിന്നിരുന്ന വൺ ഓഫ് ദി സോൾജേഴ്സ് അവിടെ ഒരു ജുത്സു പ്രയോഗിക്കുകയും ആ ഒരു ഗുഹ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കാഷിയുടെ ദേഹത്തായിരുന്നു പാറക്കല്ലുകൾ വീഴേണ്ടത്. കക്കാഷി അവിടുന്ന് തള്ളി മാറ്റിക്കൊണ്ട് ഒബീറ്റോ ഉച്ചിഹ പാറക്കിടയിൽ പെട്ടു. പകുതി മാത്രം കാണാവുന്ന നിലയിലായിരുന്നു ഒബീറ്റോ ഉച്ചിഹയുടെ ദേഹം കാണപ്പെട്ടത്. കാരണം ബാക്കി പകുതി പാറയുടെ ഇടയിലായി പോയി. സോ ഈ ഒരു ടൈമിൽ ഒബീറ്റോ ഉച്ചിഹ 100% വിശ്വസിച്ച് എൻ്റെ മരണം അടുത്തു. അതുകൊണ്ട് തന്നെ റിന്നിനോട് അവൻ്റെ ലവ് കൺഫസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ പറഞ്ഞു, എൻ്റെ ഈ ഒരു കണ്ണ്, എൻ്റെ ജീവൻ ഏതായാലും നിൽക്കില്ല. സോ ഈ ഒരു കണ്ണെടുത്തിട്ട് കക്കാഷിക്ക് വെച്ച് കൊടുത്തോളാം. ഓൾറെഡി കക്കാഷിയുടെ ഒരു കണ്ണ് പോയി കത്തി കൊണ്ടിട്ട്. സോ ആ ഒരു ടൈമിൽ മെഡിക്കൽ നിഞ്ചിറ്റ്സുവിലെ അതുല്യമായ കഴിവുണ്ടായിരുന്ന റിന്ന് ആ ഒരു ടൈമിൽ തന്നെ ഒബീറ്റോ ഉച്ചിഹയുടെ ആ ഒരു ഐ എടുത്ത് കക്കാഷിക്ക് കൊടുത്തു. ഇങ്ങനെയാണ് കക്കാഷിക്ക് ഷാരിംഗൺ കിട്ടുന്നത്. തുടർന്ന് ആ ഒരു ഗുഹ വീണ്ടും ട്രംബിൾ ചെയ്ത് ഇടിഞ്ഞു വീഴുന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ കക്കാഷിയോട് നമ്മൾ ഒബീറ്റോ പറയുന്നുണ്ട്, റിന്നിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോകുവാൻ, ഞാൻ ഏതായാലും മരിച്ചു പോകുന്നത്. സോ വേറെ അവസ്ഥയൊന്നും കാണാതിരുന്ന അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നു. കക്കാഷിയും റിന്നും വിചാരിച്ചത് ഒബീറ്റോ ഉച്ചിഹ മരണപ്പെട്ടു എന്നാണ്. എന്നാൽ വിധിയുടെ വിളയാട്ടത്തിൽ ഒബീറ്റോ ഉച്ചിഹ മരിച്ചിരുന്നില്ല. അവിടെ നിന്ന് സാക്ഷാൽ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആയിട്ടുള്ള മാദര ഉച്ചിഹയുടെ പ്ലാൻ പ്രകാരം നമ്മുടെ ഒബീറ്റോ ഉച്ചിഹേനെ രക്ഷിച്ചു. ആര്? സെറ്റ്സു. പകുതി നശിച്ച ആ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹേനെ റീബിൽഡ് ചെയ്യാൻ മാദര തീരുമാനിച്ചു. ഹാഷിറാമ സെൽസും സെറ്റ്സുവിൻ്റെ കുറച്ച് മാറ്ററൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ബോഡി ഉണ്ടല്ലോ ഒബീറ്റോ ഉച്ചിഹയുടെ, അത് റീബിൽഡ് ചെയ്യാൻ മാദര തീരുമാനിച്ച് അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഈ ഒരു ടൈമിലാണ് മാദര ഉച്ചിഹയുടെ ലെജൻഡറി ആയിട്ടുള്ള ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ എന്ന് പറയുന്ന വേക്ക് അപ്പ് ടു റിയാലിറ്റി എന്ന് പറയുന്ന സ്പീച്ചൊക്കെ നടക്കുന്നത്. സോ കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്നിടം വരെ അവിടെ വൈറ്റ് സെറ്റ്സുവിനോടൊപ്പം ഭയങ്കര രീതിയിൽ ഒബീറ്റോ ഉച്ചിഹ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് സെറ്റ്സു പറഞ്ഞ ആ ഒരു ഇൻഫോർമേഷൻ കേട്ടിട്ട്, അതായത് കക്കാഷിയും റിന്നും വലിയ അപകടത്തിലാണ്, അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരെ രക്ഷിക്കുവാൻ എനിക്ക് പോകണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് ഒബീറ്റോ ഉച്ചിഹ പെട്ടെന്ന് തന്നെ മാദരയിൽ നിന്ന് പറഞ്ഞിട്ട് പോവുകയാണ്, ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്ന്. അപ്പോൾ സ്റ്റിൽ മാദര പറയുന്നുണ്ട്, ഇല്ല നീ എന്നെ തേടി വരുമെന്നുള്ള ഒരു കാര്യമൊക്കെ. എന്നാൽ ഒബീറ്റോ ഉച്ചിഹ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് കക്കാഷിയുടെയും റിന്നിൻ്റെയും സ്ഥലത്തെത്തിയപ്പോൾ കാണുന്ന കാഴ്ച, കക്കാഷി തൻ്റെ ലെജൻഡറി ആയിട്ടുള്ള ചിഡോരി ഉപയോഗിച്ചിട്ട് റിന്നിൻ്റെ ഹാർട്ടിലേക്ക് പിയേഴ്സ് ചെയ്യുന്നതാണ്. ലിറ്ററലി കക്കാഷി റിന്നിനെ കൊല്ലുന്നതാണ് നമ്മുടെ സ്വന്തം ഒബീറ്റോ ഉച്ചിഹ കണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്ക് സ്റ്റോറി ഒന്നും നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ അറിയുന്നില്ല. എങ്ങനെ മിസ്റ്റർ ഷിനോബി ആ 3 ടൈൽസിനെ റിന്നിലേക്ക് സീൽ ചെയ്ത് ഒരു ടൈം ബോംബ് കണക്കാക്കിയെന്നും കൊണോഹനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ ഈ ഒബീറ്റോ ഉച്ചിഹ കാണുന്നത് കക്കാഷി റിന്നിനെ കൊല്ലുന്നതാണ്. ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഒബീറ്റോ ഉച്ചിഹ തൻ്റെ മാങ്കക്യോ ഷാരിംഗൺ അവേക്കൺ ആക്കുന്നത്. ആ ഒരു ബ്രേക്ക് ഡൗണിൽ അദ്ദേഹം, കക്കാഷി ഓൾറെഡി മാങ്കക്യോ അവേക്കൺ ആയപ്പോഴേക്കും പകുതി കണ്ണവറ്റയിലാണല്ലോ, അവിടെ ഡെസ്പയർ ആയി വീണ് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ബാക്കിയുള്ള എല്ലാ മിസ്റ്റ് വില്ലേജിലെ സോൾജേഴ്സിനെയും ഒറ്റയ്ക്ക് അവിടെ നിന്ന് ആ ഒരു ഡെസ്പയർനെസ്സിൽ മാത്രം നിന്നുകൊണ്ട് ഒബീറ്റോ ഉച്ചിഹ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് മാദര ഉച്ചിഹയുടെ അടുത്തേക്ക് ഒബീറ്റോ ഉച്ചിഹ അങ്ങ് പോവുകയാണ്. എന്താണ് തനിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ച്. ഈ ഒരു ടൈമിലാണ് മാദര ഉച്ചിഹ ദ മൂൺ ഐസ് പ്ലാൻ പറയുന്നത്, ഇൻഫിനിറ്റ് സ്യൂക്കയോമി. ഇമോഷണലി ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒബീറ്റോയെ മാദര കൺവിൻസ് ചെയ്തു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത്. കാരണം മൂൺ സൈസ് പ്ലാൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഹെല്ലിലേക്കുള്ള ഒരു വേൾഡ് തന്നെയാണ്. അതിനുവേണ്ടി ആ ഒരു പ്ലാനിനെ ഡീറ്റെയിൽ ആയിട്ട് മാദര പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് 10 ടൈൽസിനെ റിവൈവ് ചെയ്യണം, അതിനെ മേർജ് ചെയ്യണം, ഇൻഫിനിറ്റ് സൂക്യോമി കാസ്റ്റ് ചെയ്യണം, എറ്റേണൽ ഗെഞ്ചുറ്റ്സുവിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിൽക്കുകയാണെങ്കിൽ നിനക്ക് കക്കാഷിയും റിന്നിനോടൊപ്പം സമാധാനപരമായിട്ടുള്ള ഒരു ലോകത്തിൽ ജീവിക്കാം. വാറുകളോ ഡെസ്പെയർനെസ്സോ ഡിപ്രഷനോ ഒന്നുമില്ലാത്ത ഒരു ഡ്രീം വേൾഡ് തന്നെയായിരിക്കും അതെന്ന് പറയും. ഒരുത്തിനും സഫർ ചെയ്യാത്ത ഒരു ഇൻഫിനിറ്റ് സൂക്യോമിയിലേക്ക് നമുക്ക് കടക്കാമെന്ന് പറഞ്ഞ് പല രീതിയിലും കൺവിൻസും മാനിപ്പുലേറ്റും ചെയ്യുകയാണ് മാദര ഉച്ചിഹ. ഈ ഒരു ഡെസ്പറേഷനിൽ നിൽക്കുന്ന ഒബീറ്റോ ഉച്ചിഹ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ മാദരയുടെ പിൻഗാമി അല്ലെങ്കിൽ സക്സസറായി മാറി. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ സെറ്റ്സു കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ മുതലാണ് ഒബീറ്റോ ഉച്ചിഹ മറ്റൊരു നാമത്തിൽ അറിയുവാൻ തുടങ്ങിയത്. അതെ, അക്കാട്സുക്കിയുടെ പുറകിൽ നിന്ന് ചരട് വലിച്ച ടോബി എന്ന് പറയുന്ന കഥാപാത്രമായി മാറിയത്. ടോബിക്ക് തന്നെ 2 പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഒരു ഗൂഫി ചൈൽഡിഷ് ആയിട്ടുള്ള ടോബിയും, 2 മാദര ഉച്ചിഹ ആയിട്ടുള്ള സീരിയസ് ആൻഡ് കമാൻഡിങ് ആയിട്ടുള്ള ടോബിയും. എടുത്തു പറയുകയാണെങ്കിൽ അക്കാട്സുക്കി എന്ന് പറയുന്ന യാഹിക്കോ, നഗാട്ടോ, കൊനാൻ തുടങ്ങിയ ആ ഒരു സമാധാനത്തിന് വേണ്ടി തുടങ്ങിയ റെയിൻ വില്ലേജിൽ റിബല്യസ് ആയി മാറിയ ആ ഒരു ഓർഗനൈസേഷൻ്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ മാദരയുടെ പ്ലാൻ അനുസരിച്ച് വന്നു കയറിയ ഒരാളായി ടോബി മാറി. അക്കാട്സുക്കി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ആദ്യം നമ്മൾ ടോബിനെ കാണുന്നത് ഡേഡറയുടെ ആ ഒരു കൊമിക് റിലീഫ് പാർട്ട്ണറായിട്ടാണ്. ഒരു
ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട്. ഇത് സത്യം പറഞ്ഞാൽ അവൻ്റെ ട്രൂ ഐഡൻറ്റിറ്റീനെ മാറ്റി. കാണുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സർപ്രൈസ് തന്നെയായിരുന്നു. ടോബി മാതൃയായിരുന്നു. ഇതെല്ലാം അറിയുന്നത് പിന്നീടാണ്. ഒബീറ്റോ ആയിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് പിന്നെയാണ് അറിയുന്നത്. സോ അത് കാണുമ്പോൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കാര്യം തന്നെയായിരുന്നു. ഒബീറ്റോ ഉച്ചിഹ ടോബി എന്ന് പറയുന്ന രീതിയിലാണ് വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടോബി ആയതിനു ശേഷമാണ് അദ്ദേഹം കാണിച്ചു കൂട്ടിയ കണ്ണന്തിരിവുകൾ എന്ന് വേണമെങ്കിൽ പറയാം. എടുത്തു പറയുകയാണെങ്കിൽ നറൂട്ടോ സീരീസ് നമ്മൾ തുടങ്ങുമ്പോൾ കാണുന്ന ആ ഒരു 9 Tails അറ്റാക്ക് ഉണ്ടല്ലോ, അത് ഇനിഷ്യേറ്റ് ചെയ്ത് ടോബി ആയിരുന്നു. സോ മേജർ ക്രൈംസ് ആൻഡ് ഓപ്പറേഷൻസ് ടോബി നടത്തിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദ 9 Tails അറ്റാക്ക്, നൈറ്റ് ഓഫ് നറൂട്ടോസ് ബർത്ത് എന്ന് തന്നെ പറയാം. നറൂട്ടോയുടെ ജന്മത്തിൽ അവന് കിട്ടിയ ആ ഒരു ജിഞ്ചുറുക്കി പട്ടം എങ്ങനെ കിട്ടി, എങ്ങനെ മിനാട്ടോ മരണപ്പെട്ടു, ഇതിനെല്ലാം ഒറ്റ കാരണം ടോബി തന്നെയായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്കാഷി റിന്നിൻ്റെ ഗ്രേവ്യാർഡിൽ പോയിട്ട് കുഷീന അല്ലെങ്കിൽ മിനാട്ടോ സെൻസയുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നും ഒരു കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ കേട്ടിരുന്നു. നമുക്കറിയാം കുഷീനയായിരുന്നു 9 Tails ജിഞ്ചുറുക്കി നാറൂട്ടോയുടെ മുമ്പ് തന്നെ, കാരണം ഒരു ഉസുമാക്കി ആയിരുന്നല്ലോ. സോ ഇത് മറിഞ്ഞു നിന്ന് കേട്ടിരുന്ന ടോബി കുഷീനയുടെ ആ ഒരു ചൈൽഡ് ബർത്ത് സമയത്തിൽ കിട്ടിയ ലൂപ്പ് ഹോളിൽ കുറാമേനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം മാതൃ ഓൾറെഡി ഷരിങ്ങൻ ഉപയോഗിച്ചിട്ട് കുറാമേനെ ടൈം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഉച്ചിഹ വംശത്തിൽപ്പെട്ടവർക്ക് സാധിക്കും, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഷിനോബീസിന്. അതുപോലെ തന്നെ കുറാമേനെ നമ്മുടെ ഒബീറ്റോ കൊണോഹയ്ക്കെതിരെ തിരിച്ച് ടൈം ചെയ്ത് വിടുന്നതാണ്. ആ ഒരു അറ്റാക്കായിരുന്നു നാറൂട്ടോ സീരീസ് തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്നത്. എന്നിട്ട് നമ്മുടെ കുറാമയ്ക്ക് ഒരു ഓർഡർ കൊടുത്ത് വരികയാണ് കൊണോഹ എന്ന് പറയുന്ന വില്ലേജ് അങ്ങ് നശിപ്പിച്ചേക്കാൻ. ഈ ഒരു ടൈമിലാണ് മിനാട്ടോ ആദ്യമായിട്ട് നമ്മുടെ ഒബീറ്റോനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ മിനാട്ടോയ്ക്ക് അറിയില്ല അത് ഒബീറ്റോ ആണ്. മിനാട്ടോ ഇത് മാതൃയാണെന്ന് വിചാരിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം മാതൃ മാത്രമാണ് കുറാമേനെ അങ്ങനെ സമ്മൺ ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു ടൈമിൽ മിനാട്ടോയും നമ്മുടെ ഒബീറ്റോയും തമ്മിലൊരു ഒന്നൊന്നര ഫൈറ്റ് നടത്തുന്നുണ്ട്. അതൊരു എലൈറ്റ് സ്പേസ് ടൈം ഫൈറ്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഒബീറ്റോ എന്ന് ഞാൻ ഇനി പറയുന്നില്ല, നമ്മുടെ ടോബി അവിടെ ഡിഫീറ്റ് ആവുന്നുണ്ട്, ബട്ട് എസ്കേപ്പ് ചെയ്യുന്നുമുണ്ട്. തുടർന്നാണ് നമ്മുടെ മിനാട്ടോ ഡെത്ത് റീപ്പർ സീലൊക്കെ അവിടെ സമ്മൺ ചെയ്യുന്നു, കുറാമേനെ നറൂട്ടോയിലേക്ക് സീൽ ചെയ്യുന്നു. തുടർന്ന് മിനാട്ടോയും കുഷീനോയും ഒരുമിച്ച് മരിക്കുന്നുണ്ട്. നറൂട്ടോ ഒരു ഓർഫണായി വളരുകയും ചെയ്യുന്നു. ഇതായിരുന്നു ആദ്യത്തെ ആ ഒരു മേജർ ക്രൈം. രണ്ടാമത്തെ മേജർ ക്രൈം എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ രണ്ടാമത്തെ ആർക്ക് തന്നെ പറയേണ്ടി വരും. അതെ, ദ ഉച്ചിഹ മസ്കാറെ. 9 Tails അറ്റാക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഡൗട്ടാക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം ഒരു ഉച്ചിഹ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വില്ലേജ് എൽഡേഴ്സ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അവിടെ ഡാൻസോയുടെ കുറച്ച് മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാൻസോയും എൽഡേഴ്സും കൂടെ ഒരു തീരുമാനമെടുക്കുകയാണ് നമ്മുടെ ഉച്ചിഹ വംശത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം ഉച്ചിഹാസിനെ എല്ലാവരും ഇങ്ങനെ സസ്പെക്റ്റോട് കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ഉച്ചിഹാസിന് ഇഷ്ടപ്പെടുകയല്ലോ. അതുകൊണ്ട് തന്നെ അവർ വില്ലേജ് ഹെഡേഴ്സിനെതിരെ ഒരു ട്രാജിക് ഈവന്റ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെതിരെയും കൂടെ ആയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. സോ ഇതെല്ലാം മനസ്സിലാക്കിയ ഡാൻസോയും എൽഡേഴ്സിനും ഉച്ചിഹ വംശത്തിനെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു ഒന്നൊന്നര യോദ്ധാവിനെ പറഞ്ഞു വിടുന്നുണ്ട്. ദ ഡബിൾ സ്പൈ, ഇതിഹാസം ആദരവോടെ മാത്രം കാണാൻ പറ്റുന്ന ഇറ്റാച്ചി ഉച്ചിഹ. ഈ ഉച്ചിഹ ഇറ്റാച്ചി നമ്മളെ ഒബീറ്റോ ഉച്ചിഹേനെ കണ്ടുമുട്ടുകയും ആ ഒരു ടൈമിൽ ടോബിയാണ്, ആ ഒരു ടൈമിൽ ഇറ്റാച്ചി വിചാരിക്കുന്നത് മാതൃയാണെന്നാണ്. എന്നിട്ട് മാതൃയുടെ ഹെൽപ്പോട് കൂടി ഇവിടെ സിംബോളൈസ് ചെയ്യുന്ന ടോബിയുടെ ഹെൽപ്പോട് കൂടിയാണ് ആ ഒരു സിംഗിൾ നൈറ്റിൽ ഉച്ചിഹ ക്ലാനിനെ നാമാവിശേഷമാക്കുന്നത്. ഇതിൽ നമ്മുടെ പോലീസ് ഫോഴ്സിനെ മാത്രം കൊന്നൊടുക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ടോബിയാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആണ് സാസ്കയ്ക്കുള്ള റിവെഞ്ചും ഓർഫനായിട്ടുള്ള സാസ്കയും ആ ഒരു കാര്യങ്ങളുമൊക്കെ. ഇനി മൂന്നാമത്തെ മേജർ ക്രൈം ടോബി നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാട്സുക്കിയുടെ പപ്പറ്റ് മാസ്റ്റർ ആയതാണ്. മെയിൻലി നമ്മൾ ടോബിയുടെ മെയിൻ എയിം അക്കാട്സുക്കിയുടെ ഹെഡായി നിന്ന് ഇതൊന്നും ചെയ്യാനല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം നഗാട്ടോ ആയിരുന്നു. കാരണം നഗാട്ടോയ്ക്ക് റെനഗൻ ഉണ്ടായിരുന്നു. ഈ റെനഗൻ മാതര തന്നെയാണ് നമ്മുടെ നഗാട്ടോയ്ക്ക് കൊടുത്തിരുന്നത് കുഞ്ഞുനാളിൽ. കാരണം മാതര ലിറ്ററലി നല്ല രീതിയിൽ വയസ്സനായിരുന്നു. സോ നഗാട്ടോനെ തേടി പോയപ്പോഴാണ് യാഹിക്കോ കോനാൻ നടക്കുന്ന അക്കാട്സുക്കി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മുടെ ടോബി അറിയുന്നത്. ഗ്രൂപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കാട്സുക്കിയുടെ ലീഡറായിട്ടുള്ള യാഹിക്കോ അത് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യുന്നത്. തുടർന്ന് ഡാൻസോ ആയിട്ട് മാതരയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് യാഹിക്കോനെ കൊല്ലുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ യാഹിക്കോ മരണപ്പെട്ടു. യാഹിക്കോയുടെ മരണശേഷം നഗാട്ടോനെ നമ്മുടെ ഒബീറ്റോ കാണുവാൻ പോയിട്ട് അവിടുന്ന് നഗാട്ടോനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആ കാണുന്ന പോലത്തെ ഒരു വില്ലനസ് ഓർഗനൈസേഷനായി അക്കാട്സുക്കി മാറിയത്. ഈ അക്കാട്സുക്കിയുടെ ആ ഒരു ആർക്ക്, പെയിൻ ആർക്ക് എന്നറിയപ്പെടുന്ന ആ ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാറൂട്ടോ സീരീസിലെ ടോപ്പ് നോച്ച് തന്നെയാണ്. ഇതിനും കാരണക്കാരൻ ടോബി. ഞാൻ പറഞ്ഞല്ലോ, അക്കാട്സുക്കി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അല്ലായിരുന്നു ആദ്യം റെനഗൻ എടുക്കാൻ വേണ്ടി നഗാട്ടോനെയാണ് നമ്മുടെ ടോബിക്ക് വേണ്ടിയിരുന്നത്. തുടർന്ന് ടോബിയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നഗാട്ടോനെ യൂസ് ചെയ്തുകൊണ്ട് 9 Tailsനെ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. 10 Tails ജിഞ്ചുറുക്കിയാക്കി മാറ്റുവാൻ വേണ്ടി. സോ അങ്ങനെ അക്കാട്സുക്കി എക്സെപ്ഷണൽ ആയിട്ടുള്ള ഷിനോബീസിനെ മാത്രം ഹയർ ചെയ്തു. അങ്ങനെയാണ് ഇറ്റാച്ചി ഉച്ചിഹയും ഇതിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഇവർ ഓരോ ടൈൽഡ് ബീസ്റ്റിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി.
ഇതേ ടൈമിൽ തന്നെയാണ് ബ്ലഡി മിസ്റ്റ് ഇറക്കി കാരണമാകുകയും ടോബി ചെയ്തത്, മിസുകാഗേനെ ഗെഞ്ചിറ്റ്സുവിൽ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു എറയിലും വാറും ഹൺസും ജിൻജുറുക്കിയും ഡെസ്റ്റാബ്ലിഷ് വില്ലേജസും എല്ലാം തന്നെ നമ്മുടെ ടോബിയുടെ മാസ്റ്റർ മൈൻഡിൽ നടന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് പെയിനും നറോട്ടോ ആയിട്ടുള്ള ഫൈറ്റൊക്കെ നമുക്കറിയാം. അങ്ങനെ നഗാട്ടോ മരിക്കുകയാണ് ഉണ്ടായത്. നഗാട്ടോ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒബീറ്റോ നഗാട്ടോയുടെ റിനഗൻ തേടി വന്നു. ആ ഒരു ടൈമിലാണ് കൊനാനെ കാണുന്നത്. കൊനാൻ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒബീറ്റോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ 600 ബില്യൺ പേപ്പർ ബോംസിനെ ഒബീറ്റോ സിംഗിൾ ഹാൻഡിൽ ഡിഫീറ്റ് ചെയ്തെന്നാണ് ഓർക്കേണ്ടത്. കാരണം നമുക്കറിയാം കൊനാൻ്റെ ഒരു സ്പെസിഫിക് പവർ തന്നെയാണ് ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ. സോ നിയർലി ഒബീറ്റോനെ കൊല്ലുവാൻ കൊനാന് സാധിച്ചു, നിയർലി എന്ന് തന്നെ പറയാം. ബട്ട് ഈവൻച്വലി നമ്മുടെ ഒബീറ്റോ അല്ലെങ്കിൽ ടോബി കൊനാനെ ഡിഫീറ്റ് ചെയ്തിട്ട് അവിടെ ഡിഫീറ്റ് ചെയ്യാൻ വേറൊരു 1.5 ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട്, അതെ ഇസാനാഗി, അതും ഹാഷിറാമയുടെ സെൽ റീജനറേഷൻ വെച്ചിട്ട്. അങ്ങനെ കൊനാനെ കൊന്നിട്ട് നഗാട്ടോയുടെ ഒരു റിനഗൻ എടുത്ത് നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ വെക്കുകയാണ്. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന സംശയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് 2 റിനഗൻ എടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഉസുമാഗിനെ കൂടാതെ വേറെ ആർക്കും ഏതെങ്കിലും ഉച്ചിഹയ്ക്ക് പോലും അത്ര റിനഗൻ പൊസസ് ചെയ്യണമെങ്കിൽ അത്രയും ചക്ര കൺട്രോളും സ്റ്റാമിനയും വേണം. അത് മാത്രം ഉച്ചിഹ മാത്രമേ നിലവിൽ ആക്ടിവേറ്റ് ആക്കിയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കറിയാം സാസ്കയ്ക്ക് എങ്ങനെയാണ് ഗ്രാൻഡ് ചെയ്തതെന്നും കാര്യങ്ങളും. അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയ്ക്ക് അത്രയും ചക്ര കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇല്ലായിരുന്നു. ഈ ഒരു റിനഗൻ പൊസസ് ആയപ്പോഴാണ് 4th ഗ്രേറ്റ് നിഞ്ച വാറിനെ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഒരു 5 കാഗെ സമ്മിറ്റിൻ്റെ സമയത്ത് റീആനിമേറ്റഡ് ആയിട്ടുള്ള ജിൻജുറിക്കിയും 6 പാത്ത് ഓഫ് പെയിനും കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണ്. സോ ഈ ഒരു ടൈം ആയപ്പോഴേക്ക് ബാക്കിയുള്ള എല്ലാ ടൈൽഡ് ബീസ്റ്റിയും, അതായത് നമ്മുടെ കില്ലർ ബീഡിയും നറൂട്ടോയുടെ അടിച്ച് ബാക്കി എല്ലാം തന്നെ കിട്ടിയിരുന്നു. അവരുടെയൊക്കെ ചക്ര ഉപയോഗിച്ചിട്ട് എഡോട്ടൻസി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കബൂട്ടോനെ കാണുന്നുണ്ട്. കബൂട്ടോയായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ട് സാസ്കയുടെ ബോഡി കൈമാറാമെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം സ്പിന്നും സ്റ്റോറി ആയതുകൊണ്ട് കൂടുതലും പറയുന്നില്ല. അവസാനം ആ ഒരു വാർ ടൈമിൽ എത്തുമ്പോഴേക്ക് 10 ടൈൽസ് ജിൻജുറുക്കിയായിട്ട് ഒബീറ്റോ ഉച്ചിഹ മാറുകയാണ്. അതെ, ഒബീറ്റോ ടോബിയായി, ടോബി ഇപ്പോൾ 10 ടൈൽസ് ജിൻജുറുക്കിയായി. ഈ ഒരു ടൈമിൽ ഒബീറ്റോ ഉച്ചിഹയ്ക്ക് ട്രൂത്ത് സീക്കിംഗ് ഓപ്സും 6 പാത്ത് സെൻജുറ്റ്സും ഗോഡ് ലൈക്ക് ചക്ര, നിയർലി ഇമ്മോർട്ടൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അത്രയ്ക്ക് പവറായിരുന്നു. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഇൻഫിനിറ്റ് സൂക്കിയോമി ഏകദേശം ഒരു 95% കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒബീറ്റോ, ബട്ട് ഫെയിലായിപ്പോയി. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ നാറൂട്ടോയും സാസ്കയും അലൈഡ് ഷിനോബി ഫോഴ്സിനെ വെച്ചിട്ട് നമ്മുടെ 10 ടൈൽസ് ജിൻജുറുക്കിനെ ഫൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കക്കാഷി, മീനാട്ടോ, റീആനിമേഷൻ ആയിട്ടുള്ള പല ജുത്സുകളും വന്ന് ഒബീറ്റോയ്ക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നറൂട്ടോയും അതിൻ്റെ ഇടയ്ക്കെല്ലാം പറയുന്നുണ്ട്. കാരണം നറൂട്ടോനെ തന്നെ കാണുന്നുണ്ട് ഒബീറ്റോ അവൻ്റെ മൈൻഡിൽ. കാരണം നറൂട്ടോനെ കാണുമ്പോൾ ഒബീറ്റോനെ തന്നെയാണ് മൈൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നറൂട്ടോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചാണ് ഏറ്റവും അവസാനം താൻ ചെയ്തത് തെറ്റെന്ന് മനസ്സിലായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ ഒരു ടൈം ആയപ്പോഴേക്കും മാദ്ര ഉച്ചിഹ വന്നിട്ട് അതായത് ബാക്കിയുള്ളവരെ തന്നെ ജീവിപ്പിക്കാനാണ് ഒബീറ്റോ ഉച്ചിഹ അവൻ്റെ ആ ഒരു സ്പെല്ല് വെച്ച് നോക്കിയത്. ആ ഒരു ടൈമിൽ മാദ്ര വന്നിട്ട് അത് റീആനിമേറ്റഡ് വേർഷൻ ഓഫ് മാദ്ര വന്നിട്ട് ശരിക്കും ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് മാദ്രേനെ ഈ ഒബീറ്റോ ഉച്ചിഹയുടെ പവർ വെച്ച് ചെയ്യിപ്പിച്ചു. തുടർന്നാണ് ഇവന് മനസ്സിലാകുന്നത്, അതായത് അടുത്ത അവൻ കാണുന്നതെന്ന് പറയുന്നത് ഈ ഒരു ബിട്രയലാണ്. അവൻ ഓർത്തുകൊണ്ടിരുന്നത് പപ്പറ്റായിരിക്കും, നമ്മുടെ മാദ്രയുടെ ഒരു സക്സസർ അല്ലെ പിൻഗാമി പോലെ ആയിരുന്നു. ബട്ട് ലിറ്ററലി അവനൊരു പപ്പറ്റായിരുന്നു. എന്തിന്? കാഗയുടെ റിസറക്ഷന് വേണ്ടി. അത് നമുക്ക് മനസ്സിലാകുന്നത് ബ്ലാക്ക് സെറ്റ്സു ബിട്രൈ ചെയ്യുമ്പോഴാണ്. അതെ, റിനെ റീബർത്ത് എന്ന് പറയുന്ന ആ ഒരു സാധനം പെർഫോം ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് സെറ്റ്സു ഇവനെ ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് മാദ്ര റിവൈവ് ആവുന്നത്. ആ ഒരു ടൈമിലാണ് ഇവൻ്റെ ബിട്രയലും കാര്യങ്ങളെല്ലാം ഇവന് മനസ്സിലാകുന്നത്. പിന്നീട് അവൻ കണ്ണ് തുറക്കുമ്പോൾ റിഡംഷൻ ആർക്ക്, അതായത് ബിട്രയലെല്ലാം മനസ്സിലാക്കിയത് നമ്മുടെ ഒബീറ്റോ ടീം 7നോടൊപ്പം ചേരുകയാണ് പിന്നീട് നമുക്ക് കാണുന്നത്. സോ പിന്നീട് അങ്ങോട്ട് കുറാമേനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നാറൂട്ടോയിൽ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയുണ്ട് നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ. അതോടൊപ്പം തന്നെ കക്കാഷി, സാക്കുറോ, നാറൂട്ടോ, സാസ്കയും കൂടെ ഒത്തുചേർന്ന് കാഗുയയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാഗുയയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ടൈമിലാണ് അവൻ സ്വന്തമായിട്ട് അവനെ തന്നെ, അതായത് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കക്കാഷിനെ, നാറൂട്ടോനെ കാഗുയാസിൻ്റെ ആ ഒരു ബോൺ അറ്റാക്ക് ഉണ്ടല്ലോ, ആ ഒരു ബോൺ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിരുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു വിങ്ങൽ തന്നെയായിരുന്നു. ഈ ഒരു ടൈമിൽ പോലും തൻ്റെ ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന ഷരിങ്കൻ കക്കാഷിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കക്കാഷിക്ക് ഡ്യുവൽ മാങ്കയ്ക്കോ ഷരിങ്കൻ കിട്ടുന്നതും ആ ഒരു പെർഫെക്റ്റ് സുസാനോ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫൈനലി ഒബീറ്റോയുടെ കഥയാണെങ്കിൽ അവസാനം സ്പിരിച്വലി റിന്നുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നു, ഫൈനലി അറ്റ് പീസ്. ഇത്രയുമൊക്കെയാണ് ഒബീറ്റോയുടെ ലൈഫ് സ്റ്റോറി നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന മേജർ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒബീറ്റോയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റി നോക്കാം. യെസ്, ഡോജിറ്റ്സു അറിയാലോ, ഉച്ചിഹ വംശത്തിൻ്റെ സിന്ദൂരമായിട്ടുള്ള ആ ഒരു ഷരിങ്കൻ. ഡോജിറ്റ്സു നോക്കുകയാണെങ്കിൽ ഷരിങ്കൻ, കോപ്പി ടെക്നിക്സ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഓർത്തോണം, നമ്മുടെ കക്കാഷിക്ക് ഈ ഒരു ഒബീറ്റോ ഈ ഒരു കണ്ണ് കൊടുത്തില്ലായിരുന്നെങ്കിൽ കക്കാഷിക്ക് സീരീസിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന്
അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിന്നേനെ. കോപ്പി നിഞ്ച എന്ന് പറയുന്ന വിളിപ്പേര് അവന് കിട്ടിയത് എങ്ങനെയായിരുന്നു, കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഡൊജിറ്റ്സു കാരണം തന്നെയാണ്. അങ്ങനെ ഷരിങ്ങൻ കോപ്പി ടെക്നിക് ട്രാക്ക് മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് അറ്റാക്സ്, ആ ഒരു പവർ ഉണ്ടല്ലോ ഷരിങ്ങൻ്റെ, ആ ഒരു പവർ നമ്മൾ ഓഫ് കോഴ്സ് ഒബീറ്റോ ഉച്ചിഹയ്ക്ക് ഉണ്ടായിരുന്നു. മാഗിഗോ ഷരിങ്കൻ റൈറ്റ് ഐയിലായിരുന്നു. അതിൽ നിന്നുള്ള സ്പെഷ്യൽ സാധനമാണ് കാമുയി. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. കാമുയെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ റെനഗൻ ലെഫ്റ്റ് ഐയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് 10 ടൈൽസ് ഇഞ്ചുറിക്കയുടെ ആ ഒരു ടൈമിലും. പിന്നെ ഇസാനാഗി, അതെ, 1 ടൈം റിയാലിറ്റി തന്നെ റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡൊജിറ്റ്സു. തുടർന്നുള്ള പവറാണ് ഫിസിക്കൽ എൻഹാൻസ്മെൻറ്റ്. അതെ, ഹാഷിറാമ സെൽസ് ആണ് അദ്ദേഹത്തുള്ളത്. അതുകൊണ്ട് തന്നെ റീജനറേഷനും സ്റ്റാമിനയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വുഡ് റിലീസും നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയ്ക്ക് സ്വായത്തമായി കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ജിൻജുറുക്കി ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ പറയണ്ടല്ലോ, നിയർലി ഗോഡ് ലൈക്ക് എന്ന് തന്നെ പറയാം. 10 ടൈൽസിൻ്റെ നിയർലി ഓംനി പൊണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പവറായിരുന്നു ഒബീറ്റോ ഉച്ചിഹയ്ക്ക് കിട്ടിയിരുന്നത്. പിന്നെ ട്രൂത്ത് സീക്കിംഗ് ഓപ്സും 6 പാക്ക് സെഞ്ചുറ്റ്സും കിട്ടിയിരുന്ന ഈ ഒരു ജിൻജുറുക്കിനെ തോപ്പിക്കാൻ സാസ്കെയും നാറൂട്ടോയും പെട്ട പാടൊക്കെ ചില്ലറയൊന്നും അല്ലായിരുന്നു. ഒബീറ്റോ ഉച്ചിഹയുടെ കീ തീംസ് ഒക്കെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നാറൂട്ടോയുടെ ഒരു ഡാർക്ക് മിറർ തന്നെയാണ്. അതായത് ഹോപ്പ് നഷ്ടപ്പെട്ട നാറൂട്ടോ എങ്ങനെ ഇരിക്കുമോ അതായിരിക്കും ഒബീറ്റോ ഉച്ചിഹ. അതോടൊപ്പം തന്നെ ഉച്ചിഹ വംശത്തിലുള്ളവർക്ക് റിഡംഷനിൽ എത്താൻ പറ്റും എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒബീറ്റോ ഉച്ചിഹനെ കാണുവാൻ സാധിക്കും. വേറൊരു തീമിൽ കണക്കാക്കുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ആകാം. പവർഫുൾ ഷിനോബീസ് ലൈക്ക് ഒബീറ്റോ ഉച്ചിഹനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ആർക്ക്? മാദര, കാഗുയ, ആ ഒരു സൈക്കിൾ ഓഫ് ഹേറ്റ്രഡിന്. ഇനി നമുക്ക് ഒബീറ്റോ ഉച്ചിഹയുടെ മേജർ റിലേഷൻഷിപ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന റിങ്ങിനെയാണ്. അവൻ്റെ ഹൃദയം തന്നെയായിരുന്നു. അവൾ അന്ന് മരിക്കുന്ന ഇവൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യങ്ങളോ നാറൂട്ടോ സീരീസോ തന്നെ നടക്കില്ലായിരുന്നു തന്നെ പറയാം. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് കക്കാഷി ഹട്ടാക്കി ആയിട്ടാണ്. ഒരു 1 സൈഡഡ് റൈവൽറി ആണെങ്കിലും കക്കാഷിനെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് പല സമയത്തും ഒബീറ്റോ ഉച്ചിഹ കണ്ടിരുന്നത്. കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും അവൻ്റെ ഒരു ബ്രദർഹുഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു ബോണ്ടിങ്. പിന്നീടുണ്ടായിരുന്ന മേജർ റിലേഷൻഷിപ്പ് മിനാട്ടോയും മാദരയും നറൂട്ടോയുമായിട്ടാണ്. മിനാട്ടോ അവൻ്റെ മെൻറ്ററും ഇവൻച്വൽ ഒപ്പണൻറ്റുമായി മാറി വിധിയാൽ. അതുകൂടാതെ മാദര ഉച്ചിഹ അവൻ്റെ ഒരു സേവിയറായിട്ട് വന്നു. പിന്നീട് മാനിപ്പുലേറ്ററായി, പിന്നെ ഒരു ഫാദർ ഫിഗർ പോലെയായി, അവസാനം ബിട്രയലുമായി, ആൻഡ് അവസാനം നറൂട്ടോ ഓസുമാക്കി. നറൂട്ടോയാണ് ശരിക്കും ഒബീറ്റോ ഉച്ചിഹാനെ തൻ്റെ ആ ഒരു പാത്ത് ഓഫ് ലൈറ്റിലേക്ക് തിരികെ കൊണ്ടുവന്നു തന്നെ പറയാം. നാറൂട്ടോയുടെ വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയാണ്. ഇത് സാബുസോ മൊമാച്ചി മുതൽ ഇനിയിപ്പോൾ അവസാനം ഈ ഒരു സീരീസ് അവസാനിക്കാറാവുമ്പോഴേക്കുള്ള ഒബീറ്റോ ഉച്ചിഹ വരെ നമ്മൾ കണ്ടുപോകുന്ന ഒന്നാണ്. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒബീറ്റോ ഉച്ചിഹ ഇല്ലായിരുന്നെങ്കിൽ നാറൂട്ടോ എന്ന് പറയുന്ന സീരീസ് ഇല്ല. അതെ, നാറൂട്ടോയുടെ ഒറിജിന്, അതായത് കുറാമയുടെ സീലിങ്ങിന് കാരണക്കാരനായിരുന്നു. ഉച്ചിഹയുടെ വീഴ്ച ഉച്ചിഹ വംശത്തിൻ്റെ ഡൗൺഫോളിന് കാരണക്കാരനായിരുന്നു. സാസ്കയുടെ റിവെഞ്ചിന് കാരണക്കാരനായിരുന്നു. അക്കാട്സുക്കി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഇങ്ങനെ ഒരു വാറഞ്ചിനേക്ക് മാറ്റിയതിന് കാരണക്കാരനായിരുന്നു. 4th ഗ്രേറ്റ് നിഞ്ച വാർ ഡിക്ലെയർ ചെയ്തതിന് കാരണക്കാരനായിരുന്നു. 10 ടൈൽസിനെ റിവൈവ് ചെയ്തതിന് കാരണക്കാരനായിരുന്നു. കാഗയുടെ റിസറക്ഷനും ഇവൻ തന്നെയായിരുന്നു ആ ഒരു വഴി. ഇതേ ഇവൻ തന്നെയാണ് റിഡംഷൻ ഓഫ് കാഗുയേനും സീൽ ചെയ്യാനും സാധിച്ച് യുദ്ധം തന്നെ നിർത്തിവെക്കാനും സാധിച്ചത്. ഒബീറ്റോ ഉച്ചിഹ എന്നത് നാറൂട്ടോ സീരീസിൽ തന്നെ ടോപ്പ് 1 ക്യാരക്ടറാണ്. അനിമേ ലോകത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റുകളിലൊന്നും ആദ്യമായി കാണുമ്പോൾ കിട്ടിയ എനിക്കുണ്ടായിരുന്ന ഫീലിംഗ് ഞാൻ പറയുകയാണ്. ഒബീറ്റോ ഉച്ചിഹ ആയിരുന്നു ഇവനെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു 1.5 ട്വിസ്റ്റാണ്. ഇത്രയും എപ്പിസോഡ് 400 എപ്പിസോഡ് കഴിഞ്ഞാണ് നമ്മളിത് അറിയുന്നത്. ആ ഒരു ടൈമിൽ കിട്ടുന്ന ഫീൽ വേറെ ലെവൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒബീറ്റോ ഉച്ചിഹയുടെ ലെഗസി ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ വില്ലനായിട്ട് മാസ് മർഡർ, മാനിപ്പുലേറ്റർ, ഡിസ്ട്രോയർ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ വിക്ടിം ആണെങ്കിലോ ഒരു ബാലൻ, എല്ലാം നഷ്ടപ്പെട്ട, അതായത് വിധിയാൽ സർവ്വതും നഷ്ടപ്പെട്ട ഒരു ബാലനായിട്ട്, ഒരു വിക്ടിം ബോയ് ആയിട്ട് നമുക്ക് ഒബീറ്റോനെ കാണും. ഇനിയിപ്പോൾ റെഡീംഡ് ഹീറോ ആയിട്ടും, അതായത് അവൻ്റെ സാക്രിഫൈസ് മാത്രം മതി ഇവനെ ഒരു ഹീറോ ആയിട്ട് കാണുവാൻ വേണ്ടി. സോ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒബീറ്റോ ഉച്ചിഹ ഈസ് വൺ ഓഫ് ദി നാറൂട്ടോസ് മോസ്റ്റ് കോംപ്ലെക്സ് ക്യാരക്ടേഴ്സ്. ഈ ഒരു ഒറ്റ വാക്കിൽ ഒതുക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, ബട്ട് വീഡിയോയുടെ ദൈർഘ്യം ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി നാറൂട്ടോ യൂണിവേഴ്സിൽ അറിയേണ്ടത്. ഇതിലും കുറേ കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ബട്ട് എൻ്റെ ഒരു രീതിയിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ തന്നെയായിരുന്നു നാറൂട്ടോ യൂണിവേഴ്സിലെ ഒബീറ്റോ ഉച്ചിഹ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഈ ഒരു വീഡിയോ. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. ഇനി നാറൂട്ടോ യൂണിവേഴ്സിലെ പുതിയ ക്യാരക്ടറും അനാലിസിസുമായിട്ട് വീണ്ടും കാണാം. ഇനി നിങ്ങൾ കാമുയി വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ആഡ് ചെയ്യുന്നു. ഒരു നോട്ടം കൊണ്ട് യാഥാർത്ഥ്യം തകർക്കുന്ന, ഒരു ചുവട് കൊണ്ട് യുദ്ധകളം ബെൻഡ് ചെയ്യുന്ന, ഡൈമെൻഷനെ തന്നെ വേട്ടയാടുന്ന ഒരു കണ്ണ്, അവിടെ രക്ഷപ്പെടുക എന്നത് മറന്നുപോയൊരു സ്വപ്നം മാത്രമാണ്. ഒരു നിമിഷത്തിൽ തന്നെ അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി മറയുന്നു വേറൊരു ലോകത്തേക്ക്. ഇതൊരു സാങ്കേതിക വിദ്യയല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതെ, വർത്തമാന ജീവിതകാലത്തേക്കുള്ള ഒരു യാത്രയായിട്ടോ അല്ലെങ്കിൽ മരണത്തെ തേടി ദിശയറിയാത്ത ഒരു ലോകത്തുള്ള ഒരു യാത്ര.
കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ, നിന്റെ ജുത്സു ഒന്നുമല്ലാതാകുന്ന സമയത്തിൽ, ഒരു ഹൃദയമിടിപ്പിനും അടുത്ത സ്പന്ദനത്തിനും ഇടയിൽ നമ്മൾ വേറൊരു ലോകത്താവും. ഇത് വേഗതയുമല്ല, ഇതൊരു മിഥ്യയുമല്ല. അതെ, തൊട്ടുകൂടാത്ത ശൂന്യത, രക്ഷപ്പെടാനാവാത്ത ഡൈമെൻഷൻ. ഇതാണ് കാമുയി, an iconic space-time ninjutsu. ഓക്കെ ഫൈൻ, നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് കാമുയിയെ പറ്റിയാണ്. അതെ, നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയുടെ, അതെ, നാറൂട്ടോ സീരീസിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു ക്യാരക്ടറായിട്ടുള്ള, ഐക്കോണിക് ക്യാരക്ടറായിട്ടുള്ള ഒബീറ്റോ ഉച്ചിഹയുടെ സ്പെഷ്യൽ ആ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ സ്പേസ് ടൈം നിൻജിറ്റ്സു ആയിട്ടുള്ള കാമുയിയെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. കാമുയിയുടെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ അതൊരു സ്പേസ് ടൈം നിൻജിറ്റ്സു, വേണമെങ്കിൽ ഒരു ഡൊജിറ്റ്സു ടെക്നിക് എന്ന് പറയാം. മാങ്കിഗ്യോ ഷെറിങ്ങിന്റെ ഒരു എബിലിറ്റിയാണിത്. നാറൂട്ടോ സീരീസ് നമ്മൾ ഫുള്ളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 2 ആൾക്കാർ മാത്രമേ ഇത് ലൈവിൽ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ഒബീറ്റോ ഉച്ചിഹ, അതെ, ഒബീറ്റോയുടെ വലത്തേ കണ്ണ്. 2 കക്കാഷി ഹട്ടാക്കെ. ഇതിൽ കക്കാഷി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒബീറ്റോയുടെ ഇടത്തേ കണ്ണാന്ന് മാത്രം. സോ ഒബീറ്റോയുടെ മാങ്കിഗ്യോ ഷെറിങ്ങിന്റെ ഒരു സ്പെഷ്യൽ ആൻഡ് യുണീക്ക് എബിലിറ്റി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു തരം സ്പേസ് ടൈം നിൻജിറ്റ്സു ആണ് കാമുയി. ഈ ഒരു ടെക്നിക്ക് ഒബീറ്റോയുടെ മാങ്കിഗ്യോ പാറ്റേണിന് യൂണീക്ക് ആയിട്ടുള്ളതാണ്. വേറൊരു ഉച്ചിഹയും ഇത് കാണിച്ചിട്ടില്ല. ഒബീറ്റോ അവേക്കൺ ചെയ്ത നിമിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീറ്റോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിന്നിന്റെ മരണത്തോടു കൂടിയാണ് ഇത് അവേക്കൺ ചെയ്തത്. അതായത് മാങ്കിഗ്യോ ഷെറിങ് അവേക്കൺ ആയത്. കാമുയി എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൈമെൻഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് യൂസറിൻ്റെ ഐ ഒരു യുണീക്കായിട്ടുള്ള പോക്കറ്റ് ഡൈമെൻഷനിലേക്ക് ആക്സസിബിൾ ആണ്. അതായത് ആരാണോ ഈ ഒരു കാമുയി ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രം ആക്സസിബിൾ ആകുന്ന ഒരു ഡൈമെൻഷനിലേക്ക് പെട്ടെന്ന് പോകുവാൻ സാധിക്കും. ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇതിന് 2 വേരിയൻസ് ആണ് പറയുന്നത്: ഒബീറ്റോയുടെ റൈറ്റ് ഐയും കക്കാഷിയുടെ ലെഫ്റ്റ് ഐയും. അതിൽ ഒബീറ്റോയുടെ റൈറ്റ് ഐ ഷോർട്ട് റേഞ്ച് കാമുയും കക്കാഷിയുടെ ലെഫ്റ്റ് ഐ ലോങ് റേഞ്ച് കാമുയി എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ എബിലിറ്റീസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതായത് ഒബീറ്റോയുടെ റൈറ്റ് ഐ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊരു ഷോർട്ട് റേഞ്ച് കാമുയിയാണ്. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റി സെൽഫ് ടെലിപ്പോർട്ടേഷൻ ആൻഡ് ഇൻടാഞ്ചിബിലിറ്റിയാണ്. അതെ, സ്വന്തം ബോഡി തന്നെ റാപ്പ് ചെയ്ത് കാമുയി ഡൈമെൻഷനിലേക്ക് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആകുവാൻ നമ്മുടെ ഒബീറ്റോയ്ക്ക് കഴിയും. ഈ ഒരു എബിലിറ്റിയാണ് സത്യം പറഞ്ഞ ഒബീറ്റോ ആദ്യ ഫേസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആരെങ്കിലും തന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ, ഏതെങ്കിലും വെപ്പൺസ് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ബോഡി പാർട്ട് മാത്രം ഒരു ആത്മാവ് കണക്ക്, അതായത് നമുക്ക് തൊടുവാൻ സാധിക്കില്ല, ആ ടൈമിലേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒബീറ്റോയ്ക്ക് സാധിക്കും. ഇതിൻ്റെ ലിമിറ്റേഷനായി പറയുന്നത് എക്സ്ട്രീം ചക്ര കൺട്രോളും ഫോക്കസും ആണ് വേണ്ടതെന്ന്. പിന്നെ സ്ട്രെയിൻ ഓഫ് ദി ഐ, അത് ഏത് മാങ്കിഗ്യോ ഉപയോഗിച്ചാലും സ്ട്രെയിൻ കാണും. നേരെ മറിച്ച് നമ്മുടെ കക്കാഷിയുടെ ലെഫ്റ്റ് ഐ അല്ലെങ്കിൽ ലോങ് റേഞ്ച് കാമുയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ പെയിന് നാറൂട്ടോയുടെ കൊണോഹ വില്ലേജ് അറ്റാക്ക് ചെയ്ത സമയത്ത് വൺ ഓഫ് ദി പെയിൻസ് ഒരു മിസൈൽ വിടുന്നുണ്ട്. ഈ ഒരു മിസൈൽ കക്കാഷി പെട്ടെന്ന് തന്നെ അതിനെ നോക്കി വേറൊരു ഡൈമെൻഷനിലേക്ക് വിടുന്നില്ലേ, ആ ഒരു എബിലിറ്റി. അതായത് ടാർഗറ്റിനെ റാപ്പ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒബ്ജക്റ്റ് ആകാം, അത് ചിലപ്പോൾ ആൾക്കാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ആകാം. ഇതിനെയെല്ലാം വേറൊരു ഡൈമെൻഷൻ എടുത്തു പറയുകയാണെങ്കിൽ കാമുയി ഡൈമെൻഷനിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ അങ്ങോട്ടേക്ക് ആക്കാനാവും. ഇതിൻ്റെ ലിമിറ്റേഷൻസ് സ്പെസിഫിക്കലി ടു കക്കാഷി പറയുകയാണെങ്കിൽ കക്കാഷി ഒരു ഉച്ചിഹ അല്ലാത്തോട്ട് തന്നെ മാങ്കിഗ്യോ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം നല്ലതായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒബീറ്റോയുടെ ഷോർട്ട് റേഞ്ച് വേർഷനേക്കാളും ഭയങ്കര സ്ലോറാണ് കക്കാഷിയുടെ ലോങ് റേഞ്ച്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി ടൈം എടുക്കും. ഒബീറ്റോയുടെ കാമുയുടെ പവേഴ്സ് സ്പെസിഫിക്കലി ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്പേസ് ടൈം ഫേസിങ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിലിറ്റി. അദ്ദേഹത്തിന് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി പാർട്സ് കാമുയി ഡയമെൻഷനിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടെലിപ്പോർട്ടേഷൻ എന്നും വിളിക്കാൻ പറ്റും. അതായത് എൻ്റയർ ബോഡി കാമുയി ഡയമെൻഷനിൽ വന്നിട്ട് പെട്ടെന്ന് റീഅപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്. പിന്നെ ഇതൊരു ഡൈമെൻഷണൽ ഐസൊലേഷൻ തന്നെയാണ്. അതായത് കാമുയി ഡൈമെൻഷൻ വേറെ ഒരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒബീറ്റോയുടെ മാങ്കിഗ്യോ ഉള്ളതുകൊണ്ടാണ് കക്കാഷിക്ക് പറ്റിയത്. ഒബീറ്റോയ്ക്ക് യുണീക്ലി പോസസ്ഡ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് മാങ്കിഗ്യോ കിട്ടിയപ്പോൾ ഈ ഒരു കാമുയി ഡൈമെൻഷൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഐസൊലേഷൻ ആയിരിക്കും, ആർക്കും ആക്സസിബിൾ അല്ല. ഒബീറ്റോയുടെ കാമുയിയുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം കാമുയിയുടെ ആക്ടിവേഷൻ ഡിലേ ആണ്. അതെ, ആ ഒരു സ്ലൈറ്റ് ടൈം ഗ്യാപ്പിനുള്ളിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ
അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ഒപ്പോണൻസ്, അതിൽ നമുക്ക് പറയാലോ യെല്ലോ ഫ്ലാഷ്, അല്ലെങ്കിൽ ഫോർത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള നമ്മുടെ മിനാട്ടോയും ഒബീറ്റോയും തമ്മിൽ ഫ്ലൈയിങ് റേജിൻ വെച്ചിട്ട് നമ്മുടെ ഒബീറ്റോനെ തോപ്പിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. സോ അങ്ങനത്തെയുള്ള ഒരു അറ്റാക്ക് ഒബീറ്റോയ്ക്ക് കൗണ്ടർ ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൈസൻസ് 8th ഗേറ്റ് വെച്ചാണ് ടൈജിറ്റ്സു അടിക്കുന്നതെങ്കിൽ ഒബീറ്റോ ഇച്ചിരി പാടുപെടുമെന്ന് തന്നെ പറയാം. സോ ഇതിൻ്റെ ഒരു വേരിയൻ്റ് രീതിയിൽ തന്നെ നമുക്ക് ലിമിറ്റഡ് ഡ്യൂറേഷനും പറയാൻ പറ്റും. അതും അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഒബീറ്റോയ്ക്ക് ആ ഒരു ഇൻടാഞ്ചിബിൾ വേർഷനായിട്ട് 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം വീണ്ടും പഴയ രീതിയിലായിരിക്കണം. പിന്നെ നല്ല രീതിയിലുള്ള വിഷൻ വേണം. ഐ സ്ട്രെയിൻ അതുകൊണ്ട് തന്നെ ഉണ്ടാകും. പിന്നെ ഷെയർഡ് ആയിട്ടുള്ള ഡയമെൻഷൻ വീക്ക്നെസ് കാണും. അതായത് ഒബീറ്റോയുടെ കണ്ണ് തന്നെയാണല്ലോ കക്കാഷി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേറൊരു കാമുയി യൂസറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരെ തന്നെ കാമുയി ഡയമെൻഷനിലേക്ക് വിടുവാൻ സാധിക്കുമെന്നുള്ളത്. അതായത് ഒബീറ്റോനെ വേണമെങ്കിൽ കക്കാഷിക്ക് കാമുയിലേക്ക് വിടാം, അതേപോലെ തന്നെ കക്കാഷിനെ ഒബീറ്റോയ്ക്കും ഈ പറഞ്ഞ ഡയമെൻഷനിലേക്ക് വിടുവാൻ സാധിക്കുന്നതാണ്. നാറൂട്ടോ സീരീസിൽ ഉടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാമുയി ഉപയോഗിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഒബീറ്റോ ഉച്ചിഹ, ഒറിജിനൽ വീൽഡർ, അല്ലെങ്കിൽ ബോത്ത് ഐസ് ഓഫ് ഡിഫറെൻറ്റ് ടൈംസ് എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ഒബീറ്റോയുടെ കണ്ണ് കിട്ടിയിട്ടുള്ള ആ ഒരു കക്കാഷി ഹട്ടാക്കെ, ലെഫ്റ്റ് ഐ കാമുയി യൂസർ, ലോങ് റേഞ്ച് യൂസർ. മൂന്നാമത്തെ സാക്ഷാൽ മാദറ ഉച്ചിഹ. അതെ, കുറച്ച് ടൈമത്തേക്ക് കാമുയി, അതായത് ഒബീറ്റോയുടെ കണ്ണ് കിട്ടുന്ന ആ ഒരു വാറിൻ്റെ ടൈമിലേക്ക് മാദറയും ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നറുട്ടോ ഉസുമാക്കി ഒരു എക്സെപ്ഷണൽ കേസാണ്, അതായത് ടെമ്പററി ആയിട്ട്, അതായത് സാസ്കേനെ നമ്മൾ ആ ഒരു കാമുയി ഡയമെൻഷനിൽ നിന്ന് റിട്രൈവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈമിലേക്ക് മാത്രം 6 പാത്ത് ചക്രം ഉപയോഗിച്ചിട്ട് നറൂട്ടോ അത് യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. കാമുയി നറൂട്ടോ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ മൊമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീറ്റോ മാനിപ്പുലേറ്റ് ചെയ്യൂലോ 4th മിസുകാഗേനെ, പിന്നെ റസെൻഗൻ, അമട്ടറാസു ഇതിലെ പോലെയുള്ളതിനെ എല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് റാപ്പ് ചെയ്യും. അതായത് ഈ അറ്റാക്കിനെല്ലാം റാപ്പ് ചെയ്ത് വേറൊരു ഡയമെൻഷനിലേക്ക് വിടുന്നുണ്ട് നമ്മുടെ ഒബീറ്റോ. പിന്നെ കക്കാഷി അക്കാട്സുക്കി മെമ്പറായിട്ടുള്ള ഡേഡറെ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോണിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലോസീവിനെയൊക്കെ വേറെ ഡയമെൻഷനിലേക്ക് വിടുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ പെയിനുമായിട്ടുള്ളൊരു ഫൈറ്റ്. ആൻഡ് ഫൈനലി കക്കാഷിയും ഒബീറ്റോയും ഡ്യുവൽ ചെയ്യൂലോ കാമുയി ടെലിപ്പോർട്ടേഷൻ ആ കാഗുയി ആയിട്ടുള്ള ഫൈറ്റിൽ, അതും നമുക്ക് കണക്കാക്കാം. ഇനി ഓവറോൾ സമ്മറൈസ്ഡ് വേർഷനിലെ പവർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എവറി നിൻജിറ്റ്സുവും ടൈജിറ്റ്സുവും ഇത് കവർ ചെയ്യും. അല്ലെങ്കിൽ അത്ര രീതിയിൽ സ്പീഡുള്ള ഒരാളായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൈസെൻസയുടെ 8th ഗേറ്റ് ആക്ടിവേഷനോ അല്ലെങ്കിൽ മിനാട്ടോയെ പോലെയുള്ളവർക്ക് മാത്രമേ പിന്നെയും ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് കാമുയെ പറ്റി കിട്ടിയേക്കുന്ന അപ്ഡേറ്റ്സ് നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ നിന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. വാലിഡേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലത്തെ നാറൂട്ടോ സീരീസിലെ പുതിയ അറിവുകളായി വീണ്ടും വരാം. Too long ago